അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവന്റെ വാക്ക് കേട്ടവർ. ആരുടെ വാക്ക് കേട്ടവർ? ഇവിടെ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ കേട്ട് ഉടനെ തന്നെ ഒരു കൂട്ടം ആളുകൾ സ്നാനപ്പെടാനായി തീരുമാനമെടുത്തതിനെ കുറിച്ചാണ് വായിക്കുന്നത്. എന്നാൽ ഈ പ്രഭാതത്തിലെ ധ്യാനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, കർത്താവിന്റെ വാക്ക് നമ്മൾ കേട്ട് അനുസരിക്കുന്നവരായാൽ നമ്മൾക്ക് വേണ്ട നന്മകൾ ദൈവം തരും. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലതല്ലോ. ഇവിടെ ഒരു കൂട്ടം ജനം അപ്പോസ്തലന്മാർ ദൈവസ്നേഹത്താൽ ഉപദേശം പറഞ്ഞു കൊടുത്തപ്പോൾ അവരതിനെ അനുസരിക്കുവാൻ തയ്യാറായതുപോലെ ഈ നാളുകളിൽ ദൈവം തന്റെ വചനത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്ന വചനത്തെ കേട്ട് അനുസരിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവം ചില നന്മകൾ നമുക്ക് തരും. ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലയോ? ദൈവത്തിന് പ്രവർത്തിക്കാനും മനസ്സില്ലെന്ന്. കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ പിൻപറ്റുന്നവരായിട്ടല്ല, ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി ദൈവത്തെ പിൻപറ്റുന്നവർക്ക് വേണ്ടിയാ ദൈവം പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥന വെറുമൊരു ജൽപ്പനമായി തീരരുത്. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി മാറുകയില്ല. പ്രതികൂലങ്ങൾ മാറണമെങ്കിൽ പ്രാർത്ഥന അനുസരണം ഉണ്ടാകണം. പ്രതികൂലങ്ങൾ മാറണമെങ്കിൽ ഉപവാസം ഉണ്ടാകണം. പ്രതികൂലങ്ങൾ മാറണമെങ്കിൽ ആരാധന ഉണ്ടാകണം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഉപവസിക്കണം. നിങ്ങളുടെ വസ്ത്രങ്ങളെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറി നിങ്ങൾ ഉപവസിക്കണം. അനുസരിക്കുവാൻ തയ്യാറാണോ? ഇന്ന് പകൽക്കാലം ഈ അനുസരണ മനോഭാവം നിങ്ങൾക്കുണ്ടായാൽ ദൈവം നിങ്ങളുടെ വഴികളെ തുറക്കാൻ പോകുകയാണ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ പോകുകയാണ്. അനുസരണ മനോഭാവം ഇന്ന് പകൽക്കാലം ഉണ്ടാകും. ദൈവം എന്ത് കൽപ്പിക്കുന്നു, ദൈവം കൽപ്പിക്കുന്നത് അനുസരിച്ചാൽ പാറയിൽ നിന്ന് വെള്ളം വരും, മുൻപിലുള്ള ചെങ്കടലുകൾ രണ്ടാകും, പ്രതികൂലങ്ങൾ വഴിമാറും. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരനുസരണ മനോഭാവത്തോടെ താഴ്മയോടൊന്ന് കടന്നു വരുമോ? ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഒരനുസരണയുള്ള കുഞ്ഞാടിനെ പോലെ ഞാനിതാ അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്ന ഈ പകൽക്കാലം കുശവന്റെ കയ്യിലെ കളിമണ്ണ പാത്രം പോലെ ദൈവമേ, എന്നെ ഒന്ന് പണിതെടുത്തെന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ. എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്റെ മേൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന്മേലും എന്റെ ദൈവത്തിന്റെ ഇഷ്ടം കൂടെ ചേരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായ ചില നന്മകൾ നമ്മുടെ കയ്യിലെത്തപ്പെടും. അതിനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം പറയുന്നത് എന്താണോ അതനുസരിക്കുക. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട ദൈവകൃപകൾ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടും വിശുദ്ധിയോടും നിൽക്കാൻ നിങ്ങളൊരു തയ്യാറാണോ? ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം നിങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇല്ല, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ പിൻപറ്റാൻ ശ്രമിച്ചാൽ അധികകാലം ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ച് മുൻപോടുവാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവസന്നിധി സമർപ്പിക്കുക, അനുസരിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.